Hello everyone, welcome back to Silent Learning. It's me, Jamshad. You can call me JD. Today we are going to discuss the chapter 2 stories about flying. ഈ ഒരു ചാപ്റ്റർ അല്ല, മൂന്നാമത്തെ യൂണിറ്റിലെ 2 ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഈ ചാപ്റ്ററും ഇതിൽ നിന്ന് എക്സ്പെക്ടബിൾ എന്ന് പറയാൻ പറ്റില്ല, മോസ്റ്റ് റീസെന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള നമ്മുടെ CBSE ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ് നമ്മൾ എന്താക്കുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. 2 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗെറ്റിംഗ് ടു ദ ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇതിന്റെ ജസ്റ്റ് സമ്മറി പറയുന്നു, എക്സ്പെക്ടബിൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നു, സെറ്റ് ആക്കുന്നു. ദാറ്റ്സ് ഓൾ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ദി സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് എ യങ് സീഗൾ. ഒരു യങ് ആയിട്ടുള്ള ഒരു സീഗളിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതാണ് നമ്മുടെ സീഗൾ എന്താണ്, ഒരു യങ് സീഗൾ. ഇവന് മാത്രം പറക്കാൻ കഴിയുന്നില്ല, ബാക്കി ഫുൾ ടീം പറന്നു പോകുന്നു. അതാണ് കഥ. യെസ്, ഹു ഈസ് ടു സ്കെയർഡ് ടു ടേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആദ്യത്തെ ഫ്ലൈറ്റ് എടുക്കാൻ, ആദ്യത്തെ പറക്കലിന് അവൻ പേടിച്ചിരിക്കുന്നു. ആൻഡ് അൺലൈക്ക് ഹിസ് സിബ്ലിങ്സ്, അവന്റെ സിബ്ലിങ്സ് ഒക്കെ പറന്നു പോയി, അവന് മാത്രം പേടിച്ചരണ്ടിരിക്കുകയാണ്. ആൻഡ് ഹു കോൺഫിഡന്റ്ലി സോർ ത്രൂ ദ എയർ. എല്ലാവരും കാറ്റിലൂടെ എന്താക്കി, എയറിലൂടെ നല്ല അടിപൊളിയായിട്ട് കോൺഫിഡന്റ് ആയിട്ട് പറന്നുപോയി. പക്ഷെ ഇവനോ ഇല്ല. ദി യങ് സീഗൾ ഫീൽസ് പാരലൈസ്ഡ് ബൈ ദ ഫിയർ ഓഫ് ഫാളിംഗ്. വീണ് പോകുമോ എന്നുള്ള പേടി കാരണം അവന് പാരലൈസ്ഡ് ആയി പോയി. ആൻഡ് ഹിസ് പാരന്റ്സ് ആൻഡ് സിബ്ലിങ്സ് ട്രൈ their best to encourage him. അവനെ മാക്സിമം ബൂസ്റ്റ് അപ്പ് ചെയ്തു, മാക്സിമം എൻകറേജ് ചെയ്തു. എടാ നിനക്ക് പറ്റും, യെസ് ട്രൈ എന്നുള്ള രീതിയിൽ എന്താക്കി എൻകറേജ് ചെയ്തു. ബട്ട് ഹി റിഫ്യൂസസ് ടു ലീവ് ദി ലെഡ്ജ് വേർ ഹി ഫീൽ സേഫ്. അവൻ ഏറ്റവും സേഫ് ആണെന്ന് തോന്നിയിട്ടുള്ള ഈ ഒരു ലെഡ്ജിൽ നിന്ന് അവന് പോവാൻ എന്തായില്ല, തയ്യാറായില്ല. അവൻ അവിടെ സേഫ് ആണെന്ന് തോന്നി. അവന് ഒരിക്കലും അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല. റിഫ്യൂസ് ചെയ്തു ടു ലീവ് ദി ലെഡ്ജ്. വൺ ഡേ, ഒരു നാൾ, ഹിസ് മദർ comes up with a clever plan. ഒരു കിടലൻ ക്ലവർ പ്ലാനുമായിട്ടാണ് അമ്മ വന്നുള്ളത്. അമ്മയ്ക്ക് എന്ത് പറയാനുണ്ട്? ദാ പിടിച്ചോ. ഷി ഹോൾഡ്സ് എ പീസ് ഓഫ് ഫിഷ്. ഒരു ചെറിയൊരു ഫിഷിന്റെ കഷ്ണം പിടിച്ചേ. ഇൻ എ ബീക്ക്, അവളുടെ ആ ഒരു ബീക്കില്, ആ ഒരു കൊക്കില് എന്താക്കി ഒരു ചെറിയൊരു കഷ്ണം പീസ് ഓഫ് ഫിഷ് പിടിച്ചു. ആൻഡ് ഫ്ലൈസ് ജസ്റ്റ് ഔട്ട് ഓഫ് ദ റീച്ച്. അവന്റെ അടുത്തെത്തുന്നതിന് മുമ്പുള്ളതാ. ഇവൻ ഇവിടെയാണെങ്കിൽ അവന് കിട്ടാത്ത രീതിയിൽ ഇവിടം വരെ എന്താക്കി ആ ഒരു ഫിഷിന്റെ പീസ് വരുന്നു. ദ യങ് സീഗൾ അൺഎബിൾ ടു റെസിസ്റ്റ് ഹങ്ങർ. അവനാണെ വിശന്നിട്ട് 2-3 ദിവസമായി ഈ ഒരു ലെഡ്ജിന്റെ മോള് നിൽക്കാനിട്ട്. അങ്ങനെ വിശന്നിട്ട് എന്താക്കി, ഡൈവ്സ് ഓഫ് ദ ലെഡ്ജ് ക്യാച്ച് എ ഫുഡ്. ആ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കി, ചാടി. As he plunges downward, അങ്ങനെ അവൻ താഴോട്ട് വീണു. He instinctively flapped his wings and discovers the ability to fly. അങ്ങനെ അവൻ പോലും അറിയാതെ എന്താക്കി, അവനെ ചിറകുകൾ വിടർന്നു. എന്നിട്ട് അവൻ പറക്കുന്നതിന്റെ ആ ഒരു സ്കിൽ അവൻ പോലും അറിയാതെ അവനിലേക്ക് വന്നു വിടുകയാണ്. അവൻ പഠിക്കുകയാണ്. Once airborne, he experienced immense joy and pride. അവൻ ആ ഒരു എയർബോൺ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാറ്റിലൂടെ, അല്ലെങ്കിൽ ആ ഒരു വായുവിലൂടെ ഇങ്ങനെ പറക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഏറ്റവും ആ ഒരു സന്തോഷവും ആ അഭിമാനവും ഒക്കെ അവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. The story ends with the young seagull finally join his family. ഈ കഥയുടെ അവസാനം ആ ഫാമിലിയുടെ കൂടെ എല്ലാവരും ജോയ് ആയിട്ടിരിക്കുന്നതും, അവൻ ആ ഒരു ഫാമിലിയിൽ ജോയിൻ ചെയ്യുന്നതും, എല്ലാവരും ജോളി അടിക്കുന്നതൊക്കെയാണ്. Proving that fear can, എന്താണ് അതിന്റെ തീം നോക്കിക്കോ. Fear can overcome with courage and determination. നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഫിയറിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇതിലൊരു മെസ്സേജ് ഉണ്ട്, നോക്കിക്കോ. എന്താണ്? This story teaches that overcoming fear is essential. നമ്മുടെ ഫിയർ ഓവർകം ചെയ്യില്ല, അത് മറികടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനാ? ടു ഡിസ്കവർ a true potential. നമുക്ക് ഉള്ളിലൊക്കെ, നിങ്ങൾക്കുമുണ്ട് ഇഷ്ടം പോലെ പൊട്ടൻഷ്യലുകൾ. ആ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടണമെങ്കിൽ we have to overcome the fear. Okay, it emphasizes the importance of courage. അതുപോലെ തന്നെ ധൈര്യം വേണം, ധൈര്യത്തിന്റെ ഇമ്പോർട്ടൻസും ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ. നിങ്ങൾക്കൊരു പാട്ട് പാടാനുള്ള സ്കില്ലുണ്ട്, പക്ഷെ നമ്മൾ ആരുടെ മുന്നിൽ പാടില്ല. സോ ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സിംഗിങ് ദാറ്റ് സോങ്, എനി സോങ്, ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് anybody, no matter how difficult it seems. അത് കാണുമ്പോൾ, അല്ലെങ്കിൽ കാണപ്പെടുന്ന സമയത്ത്, അത് ആലോചിക്കുന്ന സമയത്ത് തന്നെ എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും take your first step. That's a main message. ഇനി നമുക്ക് എക്സ്പെക്ടബിൾ ക്വസ്റ്റ്യനിലേക്ക്. ആക്ച്വലി മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഇൻ 10th CBSE ബോർഡ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യണം. ആൻസർ ഇവിടെ ഉണ്ടായിരിക്കും. ഇത് ചെറിയ ആൻസേഴ്സ് ആണ്, എല്ലാത്തിലും ചെറിയ ഷോർട്ട് ആൻസർ ആണ് കൊടുത്തുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മാക്സിമം ചുരുക്കിയിട്ടുള്ള ആൻസേഴ്സ് ആണ് കൊടുത്തത്. ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന്റെ എസ്സേ ടൈപ്പ് ആൻസർ രൂപത്തിൽ നമ്മൾ എന്താക്കണം, പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഷോർട്ട് ആൻസേഴ്സ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലാക്കിയോ? വൈ വാസ് ദി യങ് സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? ഇത് ഷോർട്ട് ആൻസർ വരും. അതുപോലെ തന്നെ പിന്നെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും 1 വേർഡ് ക്വസ്റ്റ്യൻ മീൻസ് ആ ഒരു രീതിയിലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ആൻസർ ഏത് രൂപത്തിൽ വന്നു കഴിഞ്ഞാലും ഈ ഒരു തീം അതിലുണ്ടായിരിക്കുക. എന്തുകൊണ്ടായിരുന്നു യങ് സീഗളിന് പറക്കാൻ പേടി? അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് സീഗളിന്റെ ഫാമിലി അവനെ പറക്കാൻ വേണ്ടി എൻകറേജ് ചെയ്തത്? കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. യെസ്, നോക്കാം.
ഡിസ്ക്രൈബ് ദ സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അവന്റെ ആ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. സോ ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, വളരെ ഷോർട്ട് ആയിട്ടാണ്, ലെങ്തി ആക്കാൻ നിങ്ങൾക്കുള്ള ആ ഒരു സ്കില്ല് നിങ്ങൾ പുറത്തെടുക്കണം. യെസ്, ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചുള്ളത്. സോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. അതിന് മുമ്പ് ഒറ്റ കാര്യം, ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇത് സെറ്റ് ആയിട്ട് ആ ചാപ്റ്റർ ഓക്കെ ആണ് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. യെസ്, സെറ്റ് ആണല്ലോ. ഇനി ദ ബ്ലാക്ക് എയറോപ്ലെയിൻ എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സെറ്റ് ആണല്ലോ. എന്താണ് ഇതിൽ പറയുന്നത്? ബ്ലാക്ക് എയറോപ്ലെയിൻ എന്ന ചാപ്റ്ററിന്റെ സമ്മറിയാണ് പറയുന്നത്. ദിസ് ഈസ് എ സസ്പെൻസ്ഫുൾ ആൻഡ് മിസ്റ്റീരിയസ് സ്റ്റോറി അബൌട്ട് എ പൈലറ്റ്. ഒരു പൈലറ്റിനെ പറ്റിയിട്ടുള്ള ഒരു സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നോക്കിക്കോ, ഫ്ലൈയിങ് ഫ്രം പാരീസ് ടു ഇംഗ്ലണ്ട്. മൂപ്പർ എവിടുന്ന? രാത്രി പാരീസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പറക്കുകയാണ്. Yes, the pilot is eager to reach his destination quickly as he looks forward to a good breakfast. അവിടെ പോയിട്ടാ പാരീസിൽ നിന്ന് ഇംഗ്ലണ്ട് പോയിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മളെ പോലെ ഒരു ഫുഡി ആണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു പൈലറ്റ്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി, ഫുഡി മാത്രമല്ല ഒരു ഫാമിലി പേഴ്സൺ കൂടിയാണ്. കാരണം ഫുഡ് മാത്രമല്ല, ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം, എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ള ആ ഒരു താല്പര്യത്തിൽ അദ്ദേഹം പോവുകയാണ്. എന്നിട്ടോ however during his journey he faces a severe storm that threatens his safety. പോകുന്ന വഴിക്ക് പെരും സ്റ്റോം, വലിയ കൊടുങ്കാറ്റ് വന്നു ഗൈസ്. അവൻ പെട്ടു, അവനെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി. The pilot cannot see anything due to the thick clouds. ആ ഒരു കരിങ്കട്ടപ്പുക അല്ലെ, ആ ഒരു തിക്നെസ് ഓഫ് ക്ലൗഡ് കാരണം, പുകയല്ല, ആ ഒരു മേഘം കാരണം അവൻ ഒന്നും കാണാൻ കഴിയുന്നില്ല. ആൻഡ് ഹിസ് കോമ്പസ് ആൻഡ് റേഡിയോ സ്റ്റോപ്പ് വർക്കിംഗ്. ഇവിടെ കോമ്പസും റേഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ടോ അറ്റ് ദ പീക്ക് ഓഫ് ഹിസ് ഡെസ്പയർ ഹി നോട്ടീസസ് എ ബ്ലാക്ക് എയറോപ്ലെയിൻ ഫ്ലൈങ് ബിസൈഡ്സ് ഹിം. അങ്ങനെ സീനായി അലമ്പായി നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ബ്ലാക്ക് എയറോപ്ലെയിൻ അവന് വഴികാട്ടിയായിട്ട് വരുന്നു. എന്റെ മോനെ. എന്നിട്ടോ ദ മിസ്റ്റീരിയസ് പൈലറ്റ് ഇൻ ദ അതർ പ്ലെയിൻ ജസ്റ്റേഴ്സ് ഫോർ ഹിം ടു ഫോളോ. അവിടെ ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന പൈലറ്റ് എന്താക്കാണ്, എന്നെ ഫോളോ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുള്ള കൈ കൊണ്ടുള്ള ജസ്റ്റേഴ്സ് കാണിക്കുകയാണ്. വിത്തൗട്ട് തിങ്കിങ്, പെട്ട് നിൽക്കുക. അപ്പൊ വിത്തൗട്ട് തിങ്കിങ്, ചിന്തിക്കുക പോലും ചെയ്യാതെ പൈലറ്റ് ഒബേസ് ആൻഡ് ഹിസ് ഗൈഡഡ് ഔട്ട് ഓഫ് ദ സ്റ്റോം ടു സേഫ്റ്റി. അങ്ങനെ അവന്റെ പിന്നാലെ പോയിക്കൊണ്ട് നമ്മുടെ ഈ പൈലറ്റ് എന്താക്കിയടാ, സേഫ്റ്റി പ്ലേസിലേക്ക് എത്തി, അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റേറ്റിലേക്ക് എത്തി, സ്റ്റോമിൽ നിന്ന് പുറത്തു കിടന്നു. റിലീവ്ഡ് ഹി ലാൻഡ്സ് ഹിസ് പ്ലെയിൻ അറ്റ് ദ എയർപോർട്ട്. ആ ഒരു സമാധാനത്തിൽ അവൻ പോയി നേരെ അടുത്തുള്ള എയർപോർട്ട് പോയി ഇറങ്ങി. ആൻഡ് ലുക്സ് ഫോർ ദ മിസ്റ്റീരിയസ് ബ്ലാക്ക് എയറോപ്ലെയിൻ ടു താങ്ക് ദ പൈലറ്റ്. പൈലറ്റിന് താങ്ക്സ് കൊടുക്കണ്ടേ, പെട്ട് കിടന്നപ്പോൾ രക്ഷിച്ച ആളാണ്. അങ്ങനെ താങ്ക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ അന്വേഷിക്കാൻ പോയി. However, the airport staff informed him that അവിടെ പോയപ്പോ അവിടുത്തെ എയർപോർട്ടിലെ സ്റ്റാഫ് ഇൻഫോം ചെയ്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ there was no other plane in the sky that night. അന്നത്തെ രാത്രി നിങ്ങളല്ലാതെ മറ്റൊരു ഫ്ലൈറ്റ്, അവിടെ പൈലറ്റോ ഫ്ലൈറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. റഡാർ സിസ്റ്റത്തിൽ ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ അത് എന്തായിരിക്കും, വല്ല പ്രേതവുമായിരിക്കുമോ? ഏതായാലും അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. നോക്കാം അവരോട് കുറച്ച് കാര്യം. ദ സ്റ്റോറി എൻഡ്സ് ഓൺ എ പസിലിംഗ് നോട്ട്. ഒരു പസിലിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു എൻഡ് അത്ര നമുക്ക് ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിലല്ല, പസിലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണത് എൻഡ് ചെയ്യുന്നത്. അവർക്ക് നോട്ട് ലീവിംഗ് ദ റീഡർ വണ്ടറിംഗ് വെദർ ദ ബ്ലാക്ക് എയർപോർട്ട് ഇസ് റിയൽ, അത് ശരിക്കും ഉള്ളതാണോ, ഓർ എ മിറാക്കുലസ് ഇന്റർവെൻഷൻ ആണോ, അത് ചിലപ്പോൾ തോന്നലാണോ, അത് റിയൽ ആണോ എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്യുന്നില്ല. അത് റീഡർക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ ഒരു ചാപ്റ്റർ. ഇതിന്റെ മെസ്സേജ് കണ്ടോ. ദി സ്റ്റോറി ഹൈലൈറ്റ്സ് ദ റോൾ ഓഫ് എ ഫെയ്ത്ത്, വിശ്വാസം, ഹോപ്പ്, പ്രതീക്ഷ മീൻസ് ആൻഡ് അൺസീൻ ഫോഴ്സസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് us through life's most difficult moment. നമ്മളുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൊമെന്റ്, നിങ്ങൾക്കും ഇതുപോലത്തെ ഡിഫിക്കൽട്ട് മൊമെന്റിലായിരിക്കും എക്സാം വരികയാണ്. ആ മൊമെന്റിൽ നിങ്ങൾ അത്രയും പ്രതീക്ഷയോടുകൂടി നിങ്ങളെ കോൺഫിഡന്റ് ആയി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടെങ്കിൽ, ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി നമ്മളെ രക്ഷിക്കാൻ ഇതുപോലത്തെ ഒരു പവർ നമുക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും വരട്ടെ, സെറ്റ് ആവട്ടെ, നല്ല മാർക്കോട് വിജയിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള മോസ്റ്റ് റീസെന്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് ഒറ്റ കാര്യം, നമ്മുടെ 10th CBSEക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് അപ്ഡേറ്റ്സും ഇടയ്ക്കിടയ്ക്ക് സെറ്റ് ആയിട്ട് ഫാക്കൾട്ടീസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി തന്നേക്കും, ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും. സോ ഈ ഒരു വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ചുമ്മാ സ്കാൻ ചെയ്താൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്കാനർ ഓപ്പൺ ആക്കിയാൽ മതി, നേരെ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റും. സെറ്റ് ആക്കുക. 10th CBSEയുടെ ആ ഒരു ചാനലാണ്, യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കണം. വാട്ട് ചാലഞ്ചസ് ഡിഡ് ദി പൈലറ്റ് ഫേസ് ഡ്യൂറിംഗ് ഫ്ലൈറ്റ്? ഫ്ലൈറ്റിൽ അദ്ദേഹം നേരിട്ട ചാലഞ്ചസ് എന്തൊക്കെ? ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള, കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെച്ചോ. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ദ ബ്ലാക്ക് എയർപ്ലെയിൻ അസിസ്റ്റ് ദ പൈലറ്റ്? എങ്ങനെയാണ് മറ്റേ പൈലറ്റിനെ, ബ്ലാക്ക് എയർപ്ലെയിനുള്ള പൈലറ്റ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, ജസ്റ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും നോക്കാം. ഇത് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. What is the central mystery? Oh no.
വാട്ട് ഈസ് എ സെൻട്രൽ മിസ്റ്ററി ഇൻ ദ സ്റ്റോറി? ബ്ലാക്ക് എറോപ്ലെയിന്റെ മെയിൻ ആയിട്ടുള്ള മിസ്റ്ററി എന്താണ് നോക്കാം. ഓക്കെ, അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എസ് എ ടൈപ്പ് ആയിട്ടും ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും ഉറപ്പായിട്ടും. സോ നിങ്ങൾ നിങ്ങളുടെ 10th CBSE ഉള്ള ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. അവർ പഠിക്കട്ടെ, സെറ്റ് ആവട്ടെ, സൂപ്പർ പവർ ആവട്ടെ, അടിപൊളിയാക്കുക, സെറ്റ് ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ഇത് 3ാമത്തെ യൂണിറ്റ് ആണ്, ഇതുപോലെ ഇനിയുള്ള യൂണിറ്റുകൾ വേണോ, അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഇനി അതല്ല ഡിസ്കോഴ്സുകൾ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലൈവ് സെഷൻ ആണോ വേണ്ടത്, മാരത്തോണുകളാണോ വേണ്ടത്, എന്തായാലും ദിസ് ഈസ് ഓൺലി വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ കമന്റ് ബോക്സ്. സോ യൂട്ടിലൈസ് ഇറ്റ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്ലാസ് കേട്ടിട്ട് ഇഷ്ടമായോ, മനസ്സിലായോ എന്നുള്ളത് അതും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു. It's me, Jamshad. You can always call me JD. Signing off from Xylem Learning. Bye-bye.